Dear students, welcome back to Sapphire Future Academy Board Booster series. So, we are discussing about microbes in human welfare. We already household purpose, industrial purpose, then sewage treatment plants completed. Then next, last portion is microbes. Biocontrol agents ആയിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം മൈക്രോബ്സിനെ യൂസ് ചെയ്യാം ബയോകൺട്രോൾ ഏജന്റ്സ് എന്ത് ബയോകൺട്രോൾ ഏജന്റ്സ് എന്ന് പറഞ്ഞാൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ ആരെ കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ ഇൻസെക്ട്സിനെ പെസ്റ്റിനെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം മൈക്രോബ്സിനെ യൂസ് ചെയ്യാം ബയോളജിക്കൽ മെത്തേഡ് ആണ് കാരണം എന്താണ് ഇവിടെ നമുക്ക് സാധാരണ കേസിൽ ഇപ്പോൾ നമ്മൾ കെമിക്കൽ നമുക്ക് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം പെസ്റ്റിസൈഡ്സ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാം അതുപോലെ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യും അതുപോലെ നമുക്ക് എന്ത് ചെയ്യാണ് ഇൻസെക്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇൻസെക്ടിസൈഡ്സ് അതുപോലെ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്യാം പക്ഷെ ഇതൊക്കെ നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത ഈ കെമിക്കൽസ് പൊല്യൂഷൻ കോസ് ചെയ്യും നമുക്ക് സാധാരണ കേസിൽ ലാൻഡ് പൊല്യൂഷനും അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷനൊക്കെ കോസ് ചെയ്യും അപ്പൊ ഇത് നമ്മുടെ വാട്ടർ ബോഡീസിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ പെട്ടെന്ന് മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രസൻസ് കൂടും അതുപോലെ തന്നെ ആൽഗയുടെ പ്രസൻസ് ഒക്കെ കൂടും അപ്പൊ എന്ത് ചെയ്യും അവിടെയുള്ള എല്ലാ എക്വാട്ടിക് ഓർഗാനിസംസും ഡിസ്ട്രോയ് ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ് ബയോളജിക്കൽ മെത്തേഡ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മൈക്രോബ്സിനെ കൺട്രോൾ ചെയ്യാം അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത ബയോളജിക്കൽ മെത്തേഡ്സ് ആകുമ്പോൾ എന്താ പ്രത്യേകത പൊല്യൂഷൻ ഉണ്ടാവില്ല നമുക്കൊരു ഹാംഫുൾ എഫക്ട്സ് അവിടെ കോസ് ചെയ്യുന്നില്ല അതാണ് നമ്മൾ ബയോ കൺട്രോൾ ഏജന്റ് അപ്പൊ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ബയോ കൺട്രോൾ ഏജന്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ ഇൻസെക്ട്സിനെ അതുപോലെ പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യും ഇൻസെക്ട്സ് പെസ്റ്റ് ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് മൈക്രോബ്സിനെ യൂസ് ചെയ്യും ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് ഏതൊക്കെ മൈക്രോബ്സ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക നമുക്ക് ബാക്ടീരിയാസിനെ യൂസ് ചെയ്യാം അതുപോലെ ഫംഗസിനെ യൂസ് ചെയ്യാം ദെൻ വൈറസ് ഇതൊക്കെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം ബയോ കൺട്രോൾ ഏജന്റ്സ് അപ്പൊ നമുക്ക് ഇൻസെക്ട്സിനെ പെസ്റ്റിനെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം ബാക്ടീരിയനെ ഫംഗസിനെ വൈറസിനെ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതാണ് നമ്മളിവിടെ മൈക്രോബ്സ് ആസ് എ ബയോ കൺട്രോൾ ഏജന്റ്സ് എന്ന് പറയും അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഇതിന്റെ ബയോ കൺട്രോൾ ഏജന്റ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇപ്പൊ നമ്മൾ ഓൾറെഡി നമുക്കിപ്പോ ഈ ഓർഗാനിക് ഫാമേഴ്സ് ഒക്കെ നമ്മൾ ഈ ജൈവ കൃഷിയൊക്കെ ചെയ്യുന്ന ഫാമേഴ്സ് ഒക്കെ ശരിക്കും എന്താ ചെയ്യണത് നമ്മൾ പെസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യല്ല ചെയ്യണത് എന്താ ചെയ്യണത് പെസ്റ്റിന്റെ നമ്പർ എന്ത് ചെയ്യാണ് ഒരു കൺസിഡറബിൾ ആയിട്ട് നിർത്തുക അപ്പൊ നമ്മുടെ ഓർഗാനിക് ഫാർമേഴ്സ് ഒക്കെ ജൈവ കൃഷി ചെയ്യുന്ന ഫാർമേഴ്സ് ഒക്കെ എന്താ ചെയ്യണത് ഈ പെസ്റ്റിനെ ഫുള്ള് ഡിസ്ട്രോയ് ചെയ്യല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് ചില സമയത്ത് എന്ത് ചെയ്യും യൂസ്ഫുൾ ആയിട്ടും വരാറുണ്ട് അപ്പൊ നമ്മുടെ പോളിനേഷനൊക്കെ ചിലപ്പോൾ ഹെൽപ്ഫുൾ ആണ് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും ഈ ഓർഗാനിക് ഫാമേഴ്സ് പെസ്റ്റിനെ എന്ത് ചെയ്യാണ് ഒരു കൺസിഡറബിൾ എമൗണ്ടിൽ കീപ്പ് ചെയ്യുകയാണ് ചെയ്യണത് ഓർഗാനിക് ഫാമേഴ്സ് കീപ് പെസ്റ്റ് ഇൻ എ കൺസിഡറബിൾ എമൗണ്ട് ഒരു കൺസിഡറബിൾ എമൗണ്ടിൽ അവരെ കീപ്പ് ചെയ്യുകയാണ് പിന്നെ കൺസിഡറബിൾ നമ്പർ അല്ലെങ്കിൽ കൺസിഡറബിൾ എമൗണ്ടിൽ കീപ്പ് ചെയ്യുകയാണ് കാരണം വെച്ചാൽ ഈ പെസ്റ്റ് ശരിക്കും എന്താണ് നമ്മുടെ ഫുഡ് ചെയിനും അതുപോലെ തന്നെ പോളിനേഷനൊക്കെ നമുക്ക് ഒരു ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ എപ്പോഴും എന്ത് വേണം പെസ്റ്റ് വേണം അപ്പോൾ കൂടുതൽ അത് ഹാംഫുൾ ആവാതെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകും പക്ഷെ നമ്മൾ ഈ ഓർഗാനിക് മെത്തേഡ്സിൽ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മളിപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യണത് ഇതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി ഹോസ്റ്റിനെ അല്ലെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഒരു ക്രോപ്പ് ഇപ്പോൾ നമ്മളൊരു ടൊബാക്കോ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മൾ ടൊമാറ്റോ പ്ലാന്റ് അല്ലെങ്കിൽ നമ്മളൊരു പൊട്ടറ്റോ പ്ലാന്റ് ഒക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ പ്ലാന്റിന് യാതൊരു തരത്തിലുള്ള ഹാംഫുൾ എഫക്ട്സും കോസ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുവാണ് ഈ പെസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്യണം അതാണ് നമ്മളിവിടെ ചെയ്യുന്നത് അപ്പൊ സാധാരണ കേസിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഇതിനൊക്കെ നമ്മൾ പറയുന്ന ഈ ഓർഗാനിക് മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഏത് ഹെഡിങ്സിലാണെന്നറിയോ വരുന്നത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയും ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് അതിനെ IPM എന്ന് പറയും
ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസിലാണ് നമ്മൾ എന്ത് വരുന്നത്, ഈ ഓർഗാനിക് ഫാമിംഗ് ഒക്കെ വരുന്നത്. നമ്മൾ ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സ്, മൈക്രോബ്സോ അല്ലെങ്കിൽ അതിന്റെ പ്രോഡക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ബയോളജിക്കൽ ഏജൻസ് മാത്രം യൂസ് ചെയ്തിട്ട് വരുന്ന അഗ്രികൾച്ചറിനെയൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആ മെത്തേഡ്സ് ഒക്കെ നമ്മൾ എന്താണ് ഓർഗാനിക് അഗ്രികൾച്ചർ എന്ന് പറയും. അതിൽ നമ്മൾ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്താണ് ഓരോത്തിന്റെയും നേച്ചുറൽ എനിമീസിനെ യൂസ് ചെയ്യുക. അതൊക്കെ നമ്മൾ പറയുന്നത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് എന്നാ പറയും. അപ്പൊ ഇവിടെ നമ്മൾ ചില എക്സാമ്പിൾസ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മളിവിടെ ഡ്രാഗൺ ഫ്ലൈസും അതുപോലെ തന്നെ നമ്മുടെ ലേഡി ബേർഡ് ബീറ്റിൽ. ലേഡി ബേർഡ് എന്ന് പറഞ്ഞ ഒരു ബേർഡ് അല്ല, ബീറ്റിലാണ്, വണ്ടിന്റെ ഗ്രൂപ്പിൽ വരുന്നതാണ്. ലേഡി ബേർഡ് ബീറ്റിലൊക്കെ എന്തിനു നമുക്ക് യൂസ് ചെയ്യാം, ഇവർ രണ്ടുപേരെ നമുക്ക് വേണമെങ്കിൽ ഒരു ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യും. നമ്മളിതാണ് ലേഡി ബേർഡ് ബീറ്റിലും അതുപോലെ തന്നെ നമ്മുടെ ലേഡി ബേർഡ് ബീറ്റിൽ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്ലൈസ്. ഇവരെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, നമ്മുടെ മോസ്കിറ്റോ, ഇൻസെക്ട് മോസ്കിറ്റോസ് ഉണ്ടല്ലോ, മോസ്കിറ്റോസിന്, അതുപോലെ തന്നെ നമ്മുടെ ആഫൈഡ്സിന്. മോസ്കിറ്റോസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ വെക്ടേഴ്സ് ആയിട്ടുള്ള മോസ്കിറ്റോസ് അല്ല, പ്ലാന്റ്സിന് അതിന്റെ ജ്യൂസ് ഒക്കെ സക്ക് ചെയ്യുന്ന ഇൻസെക്ട് മോസ്കിറ്റോസിനെയും ആംഫൈഡ്സിനെയൊക്കെ ഡിസ്ട്രോയ് ചെയ്യാൻ എന്തിനെ യൂസ് ചെയ്യാം, ഈ ഡ്രാഗൺ ഫ്ലൈസിനെ അതുപോലെ തന്നെ ലേഡി ബേർഡ് ബീറ്റിലിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് നാച്ചുറൽ മെത്തേഡ്സ് ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഇവരുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഈ ഇൻസെക്ട്സിന്റെ നമ്പറൊക്കെ ഭയങ്കരമായിട്ട് റിഡ്യൂസ് ചെയ്യും. ഇനി നമ്മൾ എന്താണ്, ഇവർ നമ്മൾ മൈക്രോ ഓർഗാനിസം എന്നല്ല പറയണത് കേട്ടോ. ദെൻ ഇവർ കുറച്ച് മാക്രോ ഓർഗാനിസം ആണ്. ഇപ്പൊ നമുക്കറിയാലോ ഡ്രാഗൺ ഫ്ലൈസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്, റെഡിൽ ബ്ലാക്ക് സ്പോട്ടൊക്കെ ആയിട്ടുള്ളതാണ്. ദെൻ നമ്മുടെ ഇത് ഡ്രാഗൺ ഫ്ലൈസും അതുപോലെ നമ്മുടെ ഇത് ലേഡി ബേർഡ് ബീറ്റിലാണ്, ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്ലൈസ്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു നേച്ചുറൽ പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇവരെ രണ്ടുപേരെ യൂസ് ചെയ്യും. അതുപോലെ നമുക്ക് ബേർഡ്സ്, നമ്മൾ പാഡി ഫീൽഡിലൊക്കെ ബേർഡ്സ് സീഡ്സ് ഫോം ചെയ്യണേക്കാളും മുന്നൊക്കെ വരുന്നത് നല്ലതാണ്. കാരണം എന്താ, ഇൻസെക്ട്സിനെയൊക്കെ അത് ക്യാച്ച് ചെയ്തെടുക്കും. അപ്പൊ അതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഫ്രോഗ്, സ്നേക്സ്, ഇതൊക്കെ ശരിക്കും എന്താണ് ഈ ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമത്തിന്റെ ഭാഗമാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഈ മൈക്രോബ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് പറയണം. അപ്പൊ ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് നമുക്ക് ഏതിനെയൊക്കെയാണ്, ഒരെണ്ണം നമ്മളെ ട്രൈക്കോഡെർമ എന്ന് പറയും. ട്രൈക്കോഡെർമ പോളിസ്പോർ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഇത് സ്പീഷീസ് വേറെയാണ്. ട്രൈക്കോഡെർമ സ്പീഷീസിനെ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ട്രൈക്കോഡെർമേനെ നമുക്ക് എന്ത് ചെയ്യാം, ബയോ കൺട്രോൾ ഏജന്റ്. ട്രൈക്കോഡെർമ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു ഫംഗസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഫംഗസ് ആയതുകൊണ്ട് ഇത് എവിടെയാ വരുന്നത്, നമ്മുടെ സോയിലിൽ വരുന്നതാണ്. സോയിലിൽ നമ്മൾ ഈ ട്രൈക്കോഡെർമേനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പറ്റും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് പാത്തോജൻസിനെ കൺട്രോൾ ചെയ്യാം. ട്രൈക്കോഡെർമ സ്പീഷീസിനെ എന്തിനു യൂസ് ചെയ്യാം, പ്ലാന്റ് പാത്തോജൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ട്രൈക്കോഡെർമ സ്പീഷീസ് എന്ന് പറയുന്ന ഫംഗസ് നമുക്ക് മാർക്കറ്റിലൊക്കെ ചെറിയ ഒരു ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും ട്രൈക്കോഡെർമ. ഇത് നമ്മൾ നേരിട്ട് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫീൽഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് ആ പ്ലാന്റിന് ഒരു നേച്ചുറൽ പ്രൊട്ടക്ഷൻ ആണ് കിട്ടുന്നത്. സോയിലിൽ വരുന്ന എല്ലാ പാത്തോജൻസിനെയും എന്ത് ചെയ്തോളും, ഇവര് ഡിസ്ട്രോയ് ചെയ്തോളും. അപ്പൊ ഇതെന്താണ്, ഇത് നമ്മുടെ ഫംഗസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് വരുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ബയോടെക്നോളജിയിൽ പഠിച്ച ഒരാളാണ് നമ്മുടെ ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുന്നത്. ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ BT കോട്ടൺ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്, അവിടെ നമ്മൾ ബയോടെക്നോളജി വഴി ഇതിനെ എന്ത് ചെയ്യും, ബാസിലസ് തുറിഞ്ചെൻസിസിന്ന് അതിന്റെ ജീൻസ്, ഏത് ജീൻസ് ആണ്, ക്രൈ പ്രോട്ടീന്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ജീൻ എന്ത് ചെയ്തു, ഐസൊലേറ്റ് എടുത്തു നേരെ എവിടേക്ക് കൊടുത്തു, കോട്ടൺ പ്ലാന്റിലേക്ക് കൊടുത്തു. അങ്ങനെയല്ല BT കോട്ടൺ മാനുഫാക്ചർ ചെയ്തേ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്താണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബയോടെക്നോളജിക്കൽ മെത്തേഡ് വെച്ച് ചെയ്യാം. പക്ഷെ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ബാസിലസ് തുറിഞ്ചെൻസിസിന്റെ സ്പോർസ് നേരെ എന്ത് ചെയ്യുവാണ്, നമ്മുടെ ഈ ക്രോപ്പിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പോർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിന്റെ എസെക്ഷൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ് അല്ലെ. അപ്പൊ ഈ സ്പോറിൽ നിന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്തോളും,
ഈ ബാക്ടീരിയാസ് എവിടെ ഉണ്ടാവും? ഈ പ്ലാന്റിൽ ഫുൾ ഉണ്ടാവും. അപ്പൊ എന്തായിരിക്കും ഇതിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ, ഈ ബാസിലസ് തുറിഞ്ചൻസിസ് എന്ന് പറഞ്ഞാൽ എവിടെ വരുന്ന ബാക്ടീരിയയാണ്? നമ്മുടെ സോയിലിൽ വരുന്ന ബാക്ടീരിയയാണ് അല്ലെ. ഇത് എന്തിന് റെസിസ്റ്റന്റ് ആണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്ലൈസ്, മോസ്കിറ്റോസ് നമ്മൾ പഠിച്ചതാണ് അല്ലെ. നമ്മൾ ഡിപ്റ്റീരിയൻസ്, കോളിയോപ്റ്റീറൻസ്, അതുപോലെ തന്നെ ലെപ്പിഡോപ്റ്റീറൻസ്, അതായത് ഫ്ലൈസ്, അതുപോലെ തന്നെ വേംസ്, ഇൻസെക്ട്സിന്, അതിനൊക്കെ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ആളാണ് ആര്? ബാസിലസ് തുറിഞ്ചൻസ്. അപ്പൊ ഇവിടെ എവിടെ കാണുന്ന ബാക്ടീരിയാസ് ആണ്? സോയിലിൽ വരുന്ന ഒരു ബാക്ടീരിയ ആണ്. ഏതിന് റെസിസ്റ്റൻസ് ആണ്? ദാറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ഇൻസെക്ട്സ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻസെക്ട്സ് ആണ്. ഫ്ലൈസ് വരാം, ബീറ്റിൽസ് വരാം, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇൻസെക്ട്സിന് റെസിസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ ബാസിലസ് തുറിഞ്ചൻസിന്റെ സ്പോറ് കളക്ട് ചെയ്തിട്ട് നേരെ എവിടേക്ക് കൊടുക്കും? അത് നേരെ വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് നേരെ ക്രോപ്പിലേക്ക് അങ്ങ് സ്പ്രേ ചെയ്ത് കൊടുക്കും. അപ്പൊ എന്താ ഉണ്ടാവുക? ഈ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് എന്ത് കിട്ടി? ബാക്ടീരിയാസ് വരും. ഈ ബാക്ടീരിയാസ് ഈ പ്ലാന്റിൽ റിസൈഡ് ചെയ്യും. അപ്പൊ എന്താണ് ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ? നമ്മൾ ബയോടെക്നോളജിയിൽ പഠിക്കുന്നുണ്ട്. എന്താണ്? ഇതൊരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഏത് പ്രോട്ടീൻ ആണ്? ക്രൈ പ്രോട്ടീൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? BT ടോക്സിൻ എന്ന് പറയും. ഏത് ഫോമിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇൻആക്റ്റീവ് ഫോമിൽ. പ്രോ എന്ന് പറയും അല്ലെ. പ്രോ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇൻആക്റ്റീവ് ഫോം എന്ന് പറയും. അപ്പോൾ ഇൻആക്റ്റീവ് ഫോമിൽ നമ്മൾ BT കോട്ടൺ അല്ലെങ്കിൽ ക്രൈ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. ഇതെന്ത് ചെയ്യും? ഇത് ഓൾറെഡി ഈ പ്ലാന്റിൽ ഉണ്ടാവും, പ്ലാന്റിന്റെ എല്ലാ പാർട്സിലും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യും? ബാക്ടീരിയ ആയതുകൊണ്ട് നമുക്കറിയാം പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? ഈ ക്രൈ പ്രോട്ടീൻ നേരെ ഇൻആക്റ്റീവ് ഫോമിൽ ഇരിക്കും. അപ്പൊ എന്താണ്? ഈ ക്രോപ്പിന് ഹാംഫുൾ അല്ല, ഇപ്പൊ നമ്മൾ കൺസ്യൂം ചെയ്യാനും നമുക്കും ഹാംഫുൾ അല്ല. പക്ഷെ ആർക്ക് മാത്രമാണ് ഹാംഫുൾ? ഈ ക്രൈ പ്രോട്ടീൻ എന്താണ്? ഒറ്റ കണ്ടീഷനുള്ളത്. എന്താണ്? എപ്പോഴാണ് ആക്റ്റീവ് ആവുള്ളൂ? ആക്റ്റീവ് ഓൺലി ഇൻ ദി ആൽക്കലൈൻ pH. അപ്പൊ എന്ത് ചെയ്യും? ഈ ക്രൈ പ്രോട്ടീൻ ഓൾറെഡി അതിന്റെ ലീഫില്, സ്റ്റെമ്മില്, റൂട്ടില് എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പൊ നമ്മുടെ എന്ത് ചെയ്യാണ്? ഏതെങ്കിലും ഇൻസെക്ട്സ് വന്നിട്ട് അതിന്റെ എഗ് ലേ ചെയ്യും. ലീഫില, പ്ലാന്റ്സിന്റെ ഏതെങ്കിലും പാർട്ടിൽ പ്രധാനമായിട്ട് എവിടെയാ വരിക? ലീഫില വരിക അല്ലെ. എന്ത് ചെയ്യും? ഈ എഗ് ഹാച്ച് ഔട്ട് ആയി കഴിഞ്ഞാൽ എന്താ വരിക? കാറ്റർപില്ലർ. കണ്ടിട്ടുണ്ടാവും നമ്മള്, ചെറിയ പുഴുക്കൾ അല്ലെ. അപ്പൊ ഈ കാറ്റർപില്ലറിന്റെ മെയിൻ ആയിട്ട് എന്താ പരിപാടി? ഫുഡ് കഴിക്കലാണ്. എന്തായിരിക്കും ഫുഡ്? അതിന്റെ ഈ പ്ലാന്റ്സിന്റെ ലീഫായിരിക്കും. അപ്പൊ പ്ലാന്റ്സിന്റെ ലീഫിൽ എന്തുണ്ട്? ഈ ക്രൈ പ്രോട്ടീൻ ഏത് ഫോമിൽ നിൽക്കുന്നുണ്ട്? ഇൻആക്റ്റീവ് ഫോമിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യും? ഇത് നേരെ ഇൻസെക്ട്സിന്റെ കാറ്റർപില്ലറിലേക്ക് എൻ്റർ ചെയ്യും. ഇൻസെക്ട് കാറ്റർപില്ലറിലേക്ക് വന്നു. അപ്പൊ നേരെ എന്താ ചെയ്യുക? ഇൻസെക്ട്സിന്റെ കാറ്റർപില്ലർ, ഇൻസെക്ട്സിന്റെ ആ വേം ഇതിന്റെ ഉള്ളിൽ, ആ പുഴുക്കൾ എന്ന് പറയുന്ന ആ വേംസിന്റെ ഉള്ളിലേക്ക് വന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യും? നേരെ ഇതെന്തായി മാറും? കാറ്റർപില്ലറിന്റെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും? ആക്റ്റീവ് ആവും. എന്താ കാരണം? കാറ്റർപില്ലറിന്റെ ബോഡിയിൽ ഏത് pH ആണ്? ആൽക്കലൈൻ pH ആണ് അതിന്റെ അലിമെന്ററി കനാൽ. ഇവിടെ വെച്ച് നേരെ എന്ത് ചെയ്യും? ഇത് ആക്റ്റീവ് ആയിട്ടുള്ളൊരു BT ടോക്സിൻ ആയിട്ട് മാറി. ഇനി എന്താണ് ഇതിന്റെ മോഡ് ഓഫ് ആക്ഷൻ? അടുത്തത് ഇവര് എന്ത് ചെയ്യും? നേരെ ഇൻസെക്ട്സിന്റെ ഗട്ടിൽ എന്ത് ക്രിയേറ്റ് ചെയ്യും? പോഴ്സ് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ബയോടെക്നോളജി പഠിച്ച സെയിം പരിപാടി തന്നെ. ക്രിയേറ്റ് പോഴ്സ് ഇൻ ഗട്ട് അല്ലെങ്കിൽ അലിമെന്ററി കനാൽ, ഗട്ട് ഓഫ് കാറ്റർപില്ലർ. അപ്പൊ ഈ പോഴ്സ് വന്നു കഴിയുമ്പോൾ എന്താണ്? ഇവര് അങ്ങനെ തന്നെ ഡിസ്ട്രോയ് ചെയ്തു, കാറ്റർപില്ലർ ഡിസ്ട്രോയ് ചെയ്യും. അപ്പൊ നമുക്ക് എന്താണ്? നമുക്ക് ഒറ്റ പരിപാടി ചെയ്യേണ്ടത്. എന്ത് ചെയ്താൽ മതി? ഈ സ്പോർസിനെ നേരെ എന്ത് ചെയ്താൽ മതി? ഈ പ്ലാന്റിലേക്ക് സ്പ്രേ ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ. നമ്മുടെ ബാസിലസ് തുറിഞ്ചൻസിസ്. ഇത് റോഡ് ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. ആരെ കൺട്രോൾ ചെയ്യാനാണ്? നമ്മുടെ ഈ ഇൻസെക്റ്റിന്റെ കാറ്റർപില്ലറിനെ കൺട്രോൾ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ളൊരു വെറൈറ്റി നമ്മൾ BT കോട്ടൺ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഇത്? നമ്മൾ ജനറ്റിക് ബയോടെക്നോളജി വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ബാസിലസ് തുറിഞ്ചൻസിന്റെ ജീൻ ഇൻസേർട്ട് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്താണ് BT കോട്ടൺ. അപ്പൊ ഇത് നമുക്ക് എന്താണ് നെക്സ്റ്റ് ഒരു മെത്തേഡായിട്ട് പറയാം. അപ്പൊ നമ്മൾ ആദ്യത്തെ എന്താ പറഞ്ഞത്? നമ്മൾ ട്രൈക്കോഡെർമേനെ യൂസ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ബാസിലസ് തുറിഞ്ചൻസിന്റെ സ്പോർസ് യൂസ് ചെയ്യാം. ആൻഡ് തേർഡ് വൺ ഈസ് നെക്സ്റ്റ് വരുന്ന മെത്തേഡാണ് നമ്മൾ എന്താണ്? ഒരു വൈറസ് ആണ്. ദാറ്റ് ഈസ് കോൾഡ് ബാക്കുലോ വൈറസ് എന്ന് പറയും. ബാക്കുലോ വൈറസ്. അപ്പൊ ബാക്കുലോ വൈറസിനെ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർത്രോപോഡ് മെമ്പേഴ്സ്. നമ്മുടെ ആർത്രോപോഡ് മെമ്പേഴ്സ് ആണ് കൂടുതൽ ഈ പെസ്റ്റൈഡ് ഇൻസെക്ട്സ് അല്ല. അതുകൊണ്ടാണ് ഈ ബാക്കുലോ വൈറസിനെ നമുക്ക് എന്ത് ചെയ്യാം? ടു കൺട്രോൾ ആർത്രോപോഡ്സ്. ആർത്രോപോഡ്സിനെ അതുപോലെ തന്നെ ഡിഫറെന്റ് ഫ്ലൈസിനെയൊക്കെ
കൺട്രോൾ ചെയ്യാം. ആർത്രോപോഡ്സിൽ തന്നെയാണ് ആര് വരുന്നത്, ഈ ഫ്ലൈസും വരുന്നത്. ഇവരെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കുലോ വൈറസിനെ യൂസ് ചെയ്യും. അപ്പൊ ഈ ബാക്കുലോ വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, ന്യൂക്ലിയോ പോളിഹിഡ്രോവൈറസ്. ന്യൂക്ലിയോ പോളിഹിഡ്രോവൈറസ് എന്ന് പറയുന്ന ഒരു ജീനസിൽ വരുന്ന ഗ്രൂപ്പാണ് ആര്, നമ്മുടെ ബാക്കുലോ വൈറസ്. അപ്പൊ ഇവരുടെ മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കര സ്പീഷീസ് സ്പെസിഫിക് ആണ്. സ്പീഷീസ് സ്പെസിഫിക് എന്തായിരിക്കും സ്പീഷീസ് സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ ഇവരൊരു പർട്ടിക്കുലർ സ്പീഷീസിനെ മാത്രമാണ് ഡിസ്ട്രോയ് ചെയ്യുള്ളൂ. അതാണ് സ്പീഷീസ് സ്പെസിഫിക് എന്ന് പറയും. ഒപ്പം തന്നെ എന്താണ്, ഇവര് നേരോ സ്പെക്ട്രം ആണ്. എന്താ നേരോ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എല്ലാ പെസ്റ്റിനെയും ഡിസ്ട്രോയ് ചെയ്യില്ല, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രമാണ് കൊടുക്കുള്ളൂ. അതുകൊണ്ടാണ് തന്നെ സ്പീഷീസ് സ്പെസിഫിക് ആണ്. നേരോ സ്പെക്ട്രം ആയിട്ടാണ് ആരെ പറയുന്നത്, നമ്മൾ ബാക്കുലോ വൈറസിനെ പറയുന്നത്. അപ്പൊ അതൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ മാത്രം ഡിസ്ട്രോയ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, ഇത് ഡസ് നോട്ട് ഡിസ്ട്രോയ് അല്ലെങ്കിൽ ഡസ് നോട്ട് കോസ് നെഗറ്റീവ് എഫക്റ്റ് ഇൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ക്രോപ്പിന് ഒരു നെഗറ്റീവ് എഫക്ട്, ക്രോപ്പിന് ഒരു ഹാംഫുൾ എഫക്ട്സും കോസ് ചെയ്യില്ല. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ എന്താണ്, നമ്മളിപ്പോ ഒരു ഇൻസെക്ട്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ഹോസ്റ്റിനോ അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുള്ള മൈക്രോബ്സിനോ എന്ത് ചെയ്യുന്നില്ല, ഇത് ഡിസ്ട്രക്ഷൻ കോസ് ചെയ്യുന്നത്. നമ്മുടെ സോയിലിൽ ഇഷ്ടം പോലെ ബാക്ടീരിയാസ് ഉണ്ടാവും, അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ളതും ഹാംഫുൾ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ്, ഇതൊരിക്കലും നമുക്ക് നമ്മുടെ പ്ലാന്റ്സിനോ ക്രോപ്പിനോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യില്ല. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്, സ്പീഷീസ് സ്പെസിഫിക് എന്ന് പറയും. നാരോ സ്പെക്ട്രം വെച്ചാൽ സ്പെസിഫിക് ടു എ പർട്ടിക്കുലർ പെസ്റ്റ്. ദെൻ ഡസ് നോട്ട് കോസ് എനി ഹാം ടു അല്ലെങ്കിൽ ഡസ് നോട്ട് കോസ് എനി നെഗറ്റീവ് എഫക്റ്റ് ഇൻ ക്രോപ്സ്. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത് നെക്സ്റ്റ്. അപ്പൊ നമുക്കിവിടെ മൈക്രോബ്സ് ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആരൊക്കെയാ പറഞ്ഞത്, ബാസിലസ് തുറിഞ്ചെൻസിസിന്റെ സ്പോർസ്, ബാക്കുലോ വൈറസ്, പിന്നെ ആദ്യം ഒരെണ്ണം കൂടിയും പറഞ്ഞായിരുന്നു, ഏതായിരുന്നു, ട്രൈക്കോഡെർമ. അപ്പൊ ട്രൈക്കോഡെർമ എന്ന് പറയുമ്പോൾ ഫംഗസ് ആയി, ഇതാരായി, ബാസിലസ് തുറിഞ്ചെൻസിസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയാസ് ആയി, ദെൻ ബാക്കുലോ വൈറസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് വൈറസ് ആണ്. അപ്പം ഈ 3 ഗ്രൂപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, ബയോ കൺട്രോൾ ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യും. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു കാര്യം കൂടി ഇതിലൊന്ന് ഡിസ്കസ് ചെയ്ത് പോകണം. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ പെസ്റ്റിനെ ഇൻസെക്ട്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യാനാണ് യൂസ് ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ എന്താണ്, നമുക്ക് മൈക്രോബ്സിനെ വേണമെങ്കിൽ എന്തായിട്ട് യൂസ് ചെയ്യാം, നമുക്കൊരു ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്ത്. നമ്മൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, മൈക്രോബ്സ് ആസ് എ ബയോ കൺട്രോൾ ഏജൻസിൽ ഇതാണ് നമ്മുടെ ട്രൈക്കോഡെർമ. കണ്ടു, ട്രൈക്കോഡെർമ എന്ന് പറയുമ്പോൾ നല്ല ബ്രാഞ്ചഡ് ഹൈഫയൊക്കെ ഉള്ളൊരു ഫംഗസ് ആണ്. ഇതാണ് നമ്മുടെ എന്ത്, ബാക്കുലോ വൈറസിന്റെ സ്ട്രക്ചർ. വൈറസിന്റെ ഒരു പ്രോട്ടീൻ കോട്ടും ഒരു ന്യൂക്ലിക് ആസിഡ് ഉള്ളത്. അപ്പൊ ഇവരൊക്കെ എന്താണ്, നമ്മുടെ ബയോ കൺട്രോൾ ഏജൻസ് ആണ്. അതൊന്നും കൂടി ഡയഗ്രാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തതാണ്. ദെൻ നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഭാഗം ഏതാണ്, മൈക്രോബ്സ് ആസ് എ ബയോ ഫെർട്ടിലൈസർ. ബയോ ഫെർട്ടിലൈസർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഫെർട്ടിലൈസർ ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ഫെർട്ടിലിറ്റി, സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി, സോയിലിന്റെ ഫെർട്ടിലിറ്റി കൂട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഫെർട്ടിലൈസർ. അപ്പൊ ബയോ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ എന്താ പ്രത്യേകത, ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് മൈക്രോ ഓർഗാനിസം. അപ്പൊ ഇവിടെ നമ്മുടെ സാധാരണ കേസിൽ നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ ഒക്കെ യൂസ് ചെയ്യാം. അപ്പൊ എന്താ പ്രത്യേകത, അതും ഇതുപോലെ തന്നെ നമുക്ക് പൊല്യൂഷൻ കോസ് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബയോ ഫെർട്ടിലൈസർ യൂസ് ചെയ്യും. ബയോ ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കുക, നമ്മളിപ്പോ മാനുവർ, അതുപോലെ നമ്മുടെ കൗഡഗ്, ഇതൊക്കെ നമുക്ക് എന്താണ്, ബയോ ഫെർട്ടിലൈസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, അതുപോലെ നമ്മുടെ വെർമി കമ്പോസ്റ്റ്, മാനുവർ, ഇതൊക്കെ നമുക്ക് എന്താണ്, നമ്മുടെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്, കമ്പോസ്റ്റ് ഒക്കെ. ഇനി നമുക്കിവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, മൈക്രോ ഓർഗാനിസിന് നമ്മൾ എന്ത് ചെയ്യാണ്, ബയോ ഫെർട്ടിലൈസർ. ഇപ്പൊ ഇത് നമ്മുടെ മൈക്രോ എന്നല്ല, നമ്മുടെ മാക്രോ ഓർഗാനിസം, പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിന്റെ ഒക്കെ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് എന്നൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ മൈക്രോ ഓർഗാനിസം, നമ്മുടെ ബാക്ടീരിയ, ഫംഗസ്, അതിനൊക്കെ എന്ത് ചെയ്യാം, ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആര് തന്നെയാണ്, ബാക്ടീരിയസിനെയും അതുപോലെ തന്നെ ഫംഗസ്. ബാക്ടീരിയനെയും ഫംഗസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ബാക്ടീരിയാസ് തന്നെ പല ടൈപ്പിൽ വരും. ഏതൊക്കെ വരാം, ഫ്രീ ലിവിങ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ട്, ഫ്രീ ലിവിങ് ബാക്ടീരിയാസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്,
സിംബയോട്ടിക് ബാക്ടീരിയാസ് ഉണ്ട്. ഫ്രീ ലിവിങ് ആൻഡ് സിംബയോട്ടിക് ബാക്ടീരിയ. ഫ്രീ ലിവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിലില് ഫ്രീ ആയിട്ട് വേറൊരു ഓർഗാനിസംസ് ഒന്നും റിലേഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ട് സോയിലിൽ കിടക്കുന്ന ബാക്ടീരിയാസ് ആണ്, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ് ഫ്രീ ലിവിങ് ബാക്ടീരിയ. അപ്പൊ ഇവരെന്താണ്? നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം അസോസ്പൈറില്ലം, അസോസ്പൈറില്ലം, അതുപോലെ അസെറ്റോബാക്ടർ, അസോസ്പൈറില്ലം, അതുപോലെ അസെറ്റോബാക്ടർ ഒക്കെ എന്താണ്? ഇതിന്റെ എക്സാമ്പിൾ ആണ്. നമ്മുടെ ഫ്രീ ലിവിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസിന്റെ എക്സാമ്പിൾസ് ആണ്, മൈക്രോ ബാക്ടീരിയാസ് ആണ്, ബാക്ടീരിയാസിലെ ഫ്രീ ലിവിങ് ബാക്ടീരിയാസ് ആണ്. അപ്പൊ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് അറ്റ്മോസ്ഫിയറിലെ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ദേ ക്യാൻ ഏബിൾ ടു നൈട്രജൻ ഫിക്സേഷൻ. അതാണ് നമ്മൾ ഫ്രീ ലിവിങ് ബാക്ടീരിയ. അപ്പൊ എക്സാമ്പിൾ ചെയ്ത് കൊടുക്കാം, നമുക്ക് അസെറ്റോബാക്ടർ കൊടുക്കാം, ദെൻ അസോസ്പൈറില്ലം കൊടുക്കാം. ഇതാണ് നമ്മുടെ അസോസ്പൈറില്ലം, റോഡ് ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. നൈട്രജൻ ഫിക്സേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയണതായിരിക്കും. എന്താണ്? നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലുള്ളതാണ് നൈട്രജൻ. പക്ഷെ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? അറ്റ്മോസ്ഫിയറിൽ നിന്ന് അതിനെ അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ നേരെ എവിടേക്ക് എത്തണം? സോയിലിലേക്ക് എത്തണം. സോയിലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പ്ലാന്റ്സ് എന്ത് ചെയ്തോളും? ഈ നൈട്രോജിനസ് കോമ്പ്, ഇപ്പൊ NO2 NO3 അമോണിയോ ഫോമിൽ എവിടെ എത്തും? സോയിലിലേക്ക് എത്തും. ഇവിടെ നിന്ന് ഇതിനെന്ത് ചെയ്യാം? പ്ലാന്റ്സിന് ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? നൈട്രജൻ ഫിക്സേഷൻ. അപ്പൊ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്ന ഫ്രീ ലിവിങ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ് ഏതൊക്കെയാ? അസോസ്പൈറില്ലം, അസെറ്റോബാക്ടർ. ഇപ്പൊ ഇവരെന്ത് ചെയ്യും? അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഏത് ഫോമിലേക്ക് മാറ്റും? അറ്റ്മോസ്ഫറിക് നൈട്രജനെ നൈട്രോജിനസ് കോമ്പൗണ്ട്സ് ആയിട്ടുള്ള NO2 അല്ലെങ്കിൽ NO3 അല്ലെങ്കിൽ അമോണിയ ഫോമിലേക്കൊക്കെ എടുത്ത് മാറ്റും. ഇത് കഴിഞ്ഞ് എന്ത് ചെയ്യാം? പ്ലാന്റ്സിനെ അബ്സോർബ് ചെയ്യും. ഇതാണ് നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ. അപ്പൊ നമുക്ക് എന്താണ് നെക്സ്റ്റ് വരുന്ന ഗ്രൂപ്പ് ഏതാണ്? സിംബയോട്ടിക്. എന്തായിരിക്കും സിംബയോട്ടിക് എന്ന് പറഞ്ഞാൽ? ഒരു മ്യൂച്വലി ബെനിഫിറ്റഡ് റിലേഷൻഷിപ്പ്, മ്യൂച്വലി ബെനിഫിറ്റഡ് റിലേഷൻഷിപ്പ്. മ്യൂച്വലി ബെനിഫിറ്റഡ് റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് സിംബയോസിസ്. മ്യൂച്വലി ബെനിഫിറ്റഡ് റിലേഷൻ. എന്താ മ്യൂച്വലി ബെനിഫിറ്റഡ് റിലേഷൻ? രണ്ട് ഓർഗാനിസം തമ്മിൽ ഒരു റിലേഷനിൽ വരും, രണ്ടു പേർക്കും ഒരേപോലെ ബെനിഫിറ്റ് വരുവാണെങ്കിൽ എന്ത് കൊടുക്കാം? മ്യൂച്വലി സിംബയോസിസ് അല്ലെങ്കിൽ മ്യൂച്വലിസ് എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുള്ള എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ റൈസോബിയം. റൈസോബിയം എന്ന് പറഞ്ഞാൽ സോയിലില് ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ബാക്ടീരിയ ആണ്. ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? നൈട്രജനെ ഫിക്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യും? ഈ ബാക്ടീരിയാസ് നേരെ നമ്മുടെ ലെഗുമിനസ് പ്ലാന്റ്സ്, ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ പീ പ്ലാന്റ്സ്, ഈ ലെഗുമിനസ് പ്ലാന്റ്സിന്റെ ബോഡിയിലുള്ളിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ദേ ക്യാൻ ഏബിൾ ടു ഫിക്സ് നൈട്രജൻ. കാരണം നൈട്രജൻ ഫിക്സേഷന് എൻസൈം വേണം, അതുപോലെ തന്നെ ജീൻസ് വേണം. അപ്പൊ അതിനൊക്കെ പോലെ ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് വേണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഈ ലെഗുമിനസ് പ്ലാന്റ്സുമായിട്ട് റിലേഷൻഷിപ്പിൽ വരണം. ഫ്രീ ലിവിങ് ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് കനോട്ട് ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഏതിന് എക്സാമ്പിൾ ആണ്? സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ റൈസോബിയം. നമ്മുടെ റൂട്ട് നോഡ്യൂൾസിലൊക്കെ കാണും. ഇതാണ് നമ്മുടെ റൂട്ട് നോഡ്യൂൾസ്. നമ്മുടെ പീ പ്ലാന്റ്സിന്റെ ഒക്കെ റൂട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്വെല്ലിങ്സ് കാണാം. അതുപോലെ നമ്മൾ ടച്ച് മീ നോട്ടിലും കാണാം ഇങ്ങനെ സ്വെല്ലിങ്സ്. ഈ സ്വെല്ലിങ്സ് നമ്മൾ ബ്രേക്ക് ചെയ്ത് മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ റൈസോബിയം ബാക്ടീരിയാസിനെ കാണാൻ പറ്റും. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഇവർ നേരെ അറ്റ്മോസ്ഫറിക് നൈട്രജനെ നേരെ ഫിക്സ് ചെയ്ത് സോയിലിലേക്ക് ആക്കും. ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? റൊട്ടേഷൻ ഓഫ് ക്രോപ്സിന്റെ ഒക്കെ ബേസിക് പ്രിൻസിപ്പിൾ ഇതാണ്. എന്താ റൊട്ടേഷൻ ഓഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മളൊരു ക്രോപ്പ് കൾട്ടിവേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നെക്സ്റ്റ് സീസണിൽ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും ലെഗുമിനസ് പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യും. അപ്പൊ എന്താ പ്രത്യേകത? സോയിലിൽ എന്ത് ചെയ്യും? ഈ റൈസോബിയം ബാക്ടീരിയ നൈട്രജൻ ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് എന്ത് കൂടും? സോയിലില് നൈട്രജന്റെ പ്രസൻസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോയിൽ നൈട്രജൻ ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മൾ നെക്സ്റ്റ് വൺ. അപ്പൊ നമുക്ക് എന്താണ്? ഈ ബാക്ടീരിയാസിൽ നമുക്ക് രണ്ട് ഗ്രൂപ്പ്സ് ആണ് നമ്മൾ പറയുന്നത്. ഏതാണ്? ഫ്രീ ലിവിങ് ബാക്ടീരിയാസും സിംബയോട്ടിക്. ആൻഡ് ദ നെക്സ്റ്റ് ഗ്രൂപ്പ് ആണ് നമുക്ക് ഏത് കൊടുക്കാം? നെക്സ്റ്റ് ബാക്ടീരിയാസ് ആണ് നമ്മുടെ അടുത്ത ആൾക്കാർ, നമ്മുടെ സൈനോബാക്ടീരിയം മെമ്പേഴ്സ് എന്ന് പറയും. ഇത് നമ്മുടെ ഫ്രീ ലിവിങ് ആൻഡ് സിംബയോട്ടിക് ബാക്ടീരിയ പറഞ്ഞു. നെക്സ്റ്റ് വരുന്ന ഗ്രൂപ്പാണ് നമ്മുടെ സൈനോബാക്ടീരിയം. സൈനോബാക്ടീരിയനെ പറയുന്ന വേറൊരു പേരാണ് ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയും. ഇവർക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? നോസ്റ്റോക്ക്, അനബീനിയൊക്കെ എന്ത് ചെയ്യും? ഇവരും
നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യും. ഇത് നമുക്കൊരു എക്സാമ്പിൾ ആണ്. ദെൻ വേറൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഏതാ കൊടുക്കാൻ പറ്റും? ഇനി നെക്സ്റ്റ് വരുന്നൊരു എക്സാമ്പിൾസ് ആണ് നമ്മുടെ മൈക്കോറൈസ. ഇവരും എന്താണ്? ബയോ ഫെർട്ടിലൈസർ ആണ്. സോ വാട്ട് ഈസ് മെൻ ബൈ മൈക്കോറൈസ? ഇറ്റ് ഈസ് ദി സിംബയോട്ടിക് റിലേഷൻ ബിറ്റ്വീൻ ആരൊക്കെ തമ്മിലാണ്? ഫംഗസ്. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫംഗസ് ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. ഫംഗയും റൂട്ട്സും ആണ്. ഇതാണ് നമ്മൾ മൈക്കോറൈസ. അപ്പൊ റൂട്ട്സിൽ ആരെ കാണാൻ പറ്റും? ഫംഗസിനെ കാണാൻ പറ്റും. അപ്പൊ ഇവരെന്താ ചെയ്യണേ? ഇവര് നമ്മുടെ മൈക്കോറൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഫംഗസ് ആയതുകൊണ്ട് ഈ ഫംഗൽ ഹൈഫ എന്തിനു ഹെൽപ്പ് ചെയ്യും? കൂടുതലായിട്ട് നമ്മുടെ മിനറൽസിന്റെ അബ്സോർപ്ഷൻ ഓഫ് മിനറൽസ്, ഇതാണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ. ഒപ്പം തന്നെ എന്താണ്? റൂട്ട്സിന്റെ സർഫസ് ഏരിയയും കൂട്ടും. മെയിൻ ആയിട്ട് മിനറൽസ് എന്ന് വെച്ചാൽ നമ്മുടെ സൾഫർ, ഫോസ്ഫറസിന്റെ ഒക്കെയാണ് അബ്സോർപ്ഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ നമുക്ക് ഏതിനൊക്കെ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമുക്ക് ബാക്ടീരിയാസിൽ തന്നെ എന്താണ്? ഫ്രീ ലിവിംഗ് ബാക്ടീരിയാസും ഉണ്ട്, സിംബയോട്ട്. ഫ്രീ ലിവിംഗ് ബാക്ടീരിയാസിന് എക്സാമ്പിൾ ആണ് നമ്മുടെ അസിറ്റോബാക്ടർ, അസോസ്പൈറിലൊക്കെ. പിന്നെ സിംബയോട്ടിക് ആയിട്ടുള്ള നമ്മുടെ റൈസോബിയം യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് എന്താണ്? സൈനോബാക്ടീരിയയിൽ ഇതുപോലെ തന്നെ ഫ്രീ ലിവിംഗ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്? സിംബയോട്ടിക് ഉണ്ട്. സിംബയോട്ടിക് ആണ് നമ്മുടെ ആരൊക്കെ വരുന്നത്? കൂടുതലായിട്ട് നമ്മുടെ അനബീനയൊക്കെ സിംബയോട്ടിക് ആണ്. ഇവരാരുമായിട്ട് റിലേഷൻഷിപ്പിൽ വരിക? നമ്മുടെ അസോള എന്ന് പറയുന്ന ഒരു ടെറിഡോഫൈറ്റ മെമ്പേഴ്സുമായിട്ട് സിംബയോട്ടിക് റിലേഷൻ വരും. അപ്പൊ എന്താ ചെയ്യാ? ഈ അസോള എന്ന് പറഞ്ഞ ഒരു എക്വാട്ടിക് വൺ ആണ്. അതിൽ അനബീനയുടെ പ്രസൻസ് വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? നൈട്രജൻ ഫിക്സ് ചെയ്യും. അപ്പൊ അസോളയൊക്കെ സാധാരണ കേസിൽ നമ്മൾ പാഡി ഫീൽഡിൽ സാധാരണ ബയോ ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോസ്റ്റോക്കും എന്ത് ചെയ്യും? അറ്റ്മോസ്ഫറിക് നൈട്രജനെ ഫിക്സ് ചെയ്യും. കാരണം ഈ സൈനോബാക്ടീരിയ മെമ്പേഴ്സിൽ ഹെട്രോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സെല്ലുകളുണ്ട്. ഇവരാണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്? നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താണ്? മൈക്കോറൈസയാണ്. അതായതൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് ഫംഗസും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഈ ഫംഗസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇങ്ങനെ ഹൈലി ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഹൈഫ ആയതുകൊണ്ട് ഇതിൽ എന്ത് ചെയ്യും? ഈ ഹൈഫ നേരെ എന്ത് ചെയ്യും? നമ്മുടെ റൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരും. ഇപ്പൊ ഇത് റൂട്ടാണെങ്കിൽ റൂട്ട്സുമായിട്ട് റിലേഷനിൽ വരുമ്പോൾ എന്താ പ്രത്യേകത? ഈ റൂട്ട്സിന്റെ സർഫസ് ഏരിയ അവിടെ ഇൻക്രീസ് ചെയ്യും. റൂട്ട്സിന്റെ സർഫസ് ഏരിയ കൂടുമ്പോൾ എന്ത് ചെയ്യും? അവിടെ കൂടുതൽ മിനറൽസിന്റെ അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യും. ഒപ്പം തന്നെ എന്താണ്? ഈ പ്ലാന്റ്സിനെ ഭയങ്കരമായിട്ട് ടോളറൻസ് കൂടും. ടോളറൻസ് ടു സലിനിറ്റി. അതുപോലെ തന്നെ പാത്തോജൻസിനോടൊക്കെയുള്ള ടോളറൻസ് കൂടും. ഏതുണ്ടെങ്കിൽ? മൈക്കോറൈസിൽ. അപ്പൊ മൈക്കോറൈസ സാധാരണ കേസിൽ നമുക്ക് പ്ലാന്റ്സിന്റെ റൂട്ടിന്റെ ഔട്ടർ സൈഡിൽ വരുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? എക്ടോമൈക്കോറൈസ എന്ന് പറയും. ഔട്ടർ സൈഡ്, എക്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ടർ. ദെൻ ഇന്നർ സൈഡിൽ വരുവാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? എൻഡോമൈക്കോറൈസ എന്ന് പറയും. അപ്പോൾ എൻഡോമൈക്കോറൈസ ആണെങ്കിലും എക്ടോമൈക്കോറൈസ ആണെങ്കിലും എന്ത് ചെയ്യും? മോഡ് ഓഫ് ആക്ഷൻ ഒക്കെ സെയിം തന്നെയാണ്. മിനറൽസിന്റെ സൾഫർ, ഫോസ്ഫറസിന്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യും. ഒപ്പം തന്നെ എന്താണ്? സലിനിറ്റി, അതുപോലെ പാത്തോജൻസിനോടൊക്കെ ഉള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ടോളറൻസ് ലെവൽ കൂട്ടി പ്ലാന്റ്സിനെ കുറച്ചും കൂടി എന്താക്കി മാറ്റും? എഫിഷ്യന്റ് ആക്കി മാറ്റും. അപ്പോൾ ഈ സൾഫറും ഫോസ്ഫറസിന്റെ ഒക്കെ അബ്സോർപ്ഷൻ കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്ലാന്റ്സിന്റെ ഗ്രോത്ത് റേറ്റും ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമുക്ക് എന്താണ്? ബയോ ഫെർട്ടിലൈസർ ആയിട്ട് വരുന്നതാണ്. അപ്പൊ നോക്കിക്കേ എന്തൊക്കെയാണ് നമ്മുടെ ബയോ ഫെർട്ടിലൈസറിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കുമ്പോൾ ഏതൊക്കെ കൊടുക്കാം? ഫസ്റ്റ് നമ്മൾ ബാക്ടീരിയാസ് പറഞ്ഞു, ദെൻ ബാക്ടീരിയ പറഞ്ഞു, ദെൻ നെക്സ്റ്റ് എന്താണ്? ബ്ലൂ ഗ്രീൻ ആൽഗെ, ദെൻ നെക്സ്റ്റ് എന്താണ്? നമ്മുടെ ഫംഗസ്. ഈ മൂന്ന് പേരുമാണ് മെയിൻ ആയിട്ട് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ബയോ ഫെർട്ടിലൈസർ ആയിട്ട്. ബാക്ടീരിയയിൽ തന്നെ രണ്ട് ടൈപ്പ് ഏതൊക്കെയായിരുന്നു? ഫ്രീ ലിവിംഗ് വണ്ണും ദെൻ സിംബയോട്ടിക്. അതേപോലെ തന്നെ നമുക്ക് എവിടെ കൊടുക്കാം? ബ്ലൂ ഗ്രീൻ ആൽഗയിലും കൊടുക്കാം. എന്താ കൊടുക്കേണ്ടത്? ദാറ്റ് ഈസ് ഫ്രീ ലിവിംഗ് ആൻഡ് സിംബയോട്ടിക്. ഫംഗസിലാണെങ്കിൽ എന്താ കൊടുക്കണേ? ഇതും ഫംഗസിലും എന്ത് തന്നെയാണ്? ഇത് സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ്. മൈക്കോറൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും എന്ത് തന്നെയാണ്? സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ്. ഇവിടെ സിംബയോട്ടിക് റിലേഷൻഷിപ്പിന് പറയുന്ന പേരാണ് നമ്മൾ മൈക്കോറൈസ എന്ന് പറയും.
ഇതൊക്കെ നമുക്ക് എന്തിന് എക്സാമ്പിൾ ആണ്? ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബയോ ഫെർട്ടിലൈസർ ആണ്. ഇത് നമ്മൾ എന്താണ്, മൈക്രോബ്സ് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പൊ മാനുവറും അതുപോലെ തന്നെ കമ്പോസ്റ്റും അതുപോലെ കൗഡഗും എല്ലാം തന്നെ എന്താണ്, ഓർഗാനിക് മെത്തേഡ്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യും. അപ്പൊ അതാണ് നമ്മുടെ മൈക്രോബ്സിലെ ലാസ്റ്റ് പോർഷൻ ആണ്, ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ബയോ ഫെർട്ടിലൈസർ. അപ്പൊ നമുക്ക് മൈക്രോബ്സ് വളരെ ചെറിയ ചാപ്റ്റർ ആണ്, പക്ഷെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. സോ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.